ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. സിസ്റ്റം വടക്കുപടിഞ്ഞാറ് ദിശയിൽ നീങ്ങി നാളെ ഉച്ചയോടെയോ ഉച്ചയ്ക്ക് ശേഷമോ ആയി വടക്കൻ ശ്രീലങ്കയ്ക്കു മുകളിൽ ട്രിങ്കോമാലിക്കും ജാഫ്നയ്ക്കും ഇടയിൽ കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു. തെക്കൻ കേരളത്തിന് സമീപം തെക്കുകിഴക്കൻ അറബിക്കടലിനു മുകളിൽ ഒരു ചക്രവാതച്ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വിവിധ ജില്ലകളിലായി മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കാണ് സാധ്യത. ആയതിനാൽ ജില്ലകളിൽ കാലാവസ്ഥാ വിഭാഗം ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം നേരത്തെ 3 ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്ന യെല്ലോ അലർട്ട് ഇന്ന് പിൻവലിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് മഴ സാധ്യത. നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇന്നുള്ളത്. നാളെ മുതൽ വിവിധ ജില്ലകളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് കൂടുതൽ ജില്ലകളിൽ മഴ സാധ്യതയുള്ളത്. 11 ജില്ലയിലും ഇടത്തരം മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.